പാരീസ് പാരാലിമ്പിക്സ് മെഡൽ വേട്ടയിൽ സർവകാല റെക്കോർഡിട്ട ഇന്ത്യ 20 മെഡലുകളുമായി ടോക്കിയോയിലെ റെക്കോർഡ് മറികടന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു അനിൽ? അടിപൊളിയായി പോകുന്നു. വീട്ടിലൊക്കെ പോകാറുണ്ടോ? ഈ ഇടയ്ക്ക് ഒരു തവണ പോയിരുന്നു ഒളിമ്പിക്സ് കഴിഞ്ഞ ശേഷം. കല്യാണം കഴിച്ച ആളാണോ? കല്യാണം കഴിച്ചു. അപ്പൊ അന്വേഷണം വരുന്നില്ല അവിടെ നിന്ന്? ഇല്ല, അവരിവിടെ ഉണ്ട്, കൂടെ ഉണ്ട്. പിന്നെ പ്രശ്നമില്ല. പിന്നെ എങ്ങോട്ടാ പോകുന്നത്? പറയൂ. ഓക്കെ, എന്തായാലും പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ ഒരു അഭിമാന നേട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യ 20 മെഡലുകൾ എന്ന സർവകാല റെക്കോർഡാണ് ഇന്നലെ ഇന്ത്യ തൊട്ടിരിക്കുന്നത്. 19 മെഡലുകൾ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ 19 മെഡലുകളായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ നേട്ടമുണ്ടായിരുന്നത്. അത് ഇത്തവണ മറികടന്നിരിക്കുന്നു. 20 മെഡലുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ 5ഓളം മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. അതിൽ പ്രധാനപ്പെട്ടത് മാരിയപ്പൻ തങ്കവേലുവിൻ്റെയാണ്. തുടർച്ചയായ 3ാം ഒളിമ്പിക്സിലാണ് അദ്ദേഹം മെഡൽ നേടുന്നത്. 2016 റിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണം നേടി. ടോക്കിയോയിൽ വെള്ളിയായിരുന്നു. ഇന്നലെ വെങ്കലമായിരുന്നു അദ്ദേഹം ഹൈ ജമ്പിൽ നേടിയത്. അതുപോലെ തന്നെ ശരത് കുമാറും അജിത് സിംഗും അടക്കമുള്ള ആളുകൾ കൂടി മെഡൽ നേടിയതോടുകൂടി ഇന്ത്യയുടെ മെഡൽ നേട്ടം 20 മെഡലുകൾ എന്ന ചരിത്ര നേട്ടത്തിൽ തൊട്ടിരിക്കുകയാണ്. 3 സ്വർണം, 7 വെള്ളി, 10 വെങ്കലം എന്നതാണ് പാരീസ് പാരാലിമ്പിക്സിലെ ഇന്ത്യയുടെ ഇതുവരെയുള്ള നേട്ടങ്ങൾ. ഇനിയും ഇന്ത്യക്ക് ധാരാളം മത്സരങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആദ്യം കണക്ക് കൂട്ടിയത് 25 മുതൽ 30 എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ 30-നപ്പുറത്തേക്ക് വരെ മെഡലുകൾ വരാൻ നമുക്ക് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ചില നിരാശകൾ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഉറച്ച പ്രതീക്ഷയായിരുന്നു. അവനി ലഖേരയ്ക്ക് അടക്കം 50 മീറ്റർ റൈഫിളിലൊക്കെ തന്നെ നിരാശയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരുപക്ഷെ നേരെ വന്നിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു 30-നപ്പുറത്തേക്ക് മെഡലുകൾ പോയിരുന്നെന്ന് ഇപ്പോഴും പ്രതീക്ഷകളുണ്ട്. 30-നപ്പുറത്തേക്ക് മെഡലുകൾ ഇന്ത്യ ഇപ്പോഴും ലക്ഷ്യമിടുകയാണ്. ഇന്നും 6ഓളം മത്സരങ്ങളുണ്ട്, 6ഓളം മെഡൽ പോരാട്ടങ്ങളുണ്ട്. എന്തായാലും എല്ലാം പ്രതീക്ഷിച്ച പോലെ വരട്ടെ. ഇന്ത്യ വലിയ നേട്ടങ്ങളിലേക്ക് എത്തട്ടെ. അംഗപരിമിതരെന്ന് പറഞ്ഞ പലരും മാറ്റി നിർത്തപ്പോഴും നമുക്കെല്ലാവർക്കും പ്രചോദനമായി അവർ കുതിക്കുകയാണ്. നമുക്ക് പലർക്കും സാധിക്കാത്ത പല അത്ഭുതങ്ങളാണ് ഈ താരങ്ങൾ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. SKN. യെസ്, താങ്ക് യു അനിൽ വാസുദേവ്.